ശരിക്കും കോവിഡ് പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പ്രീ പ്ലാൻഡ് മാത്രമോ? ഏകദേശം 10 വർഷം മുമ്പേ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പാൻഡമിക് വെരി സൂൺ വരുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ ആയാലും ഞാനായാലും കോവിഡിന്റെ എല്ലാ വാക്സിനും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സമയത്ത് വോളണ്ടറിയിൽ എടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ അവർ കമ്പൽസറി ആക്കി നമ്മൾ 2 ഡോസ് എടുത്തേ പറ്റത്തുള്ളൂ എന്നൊരു സ്റ്റേജ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ഓൾറെഡി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കുക. ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരും. പിന്നെ കോവിഡ് കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരെ നഷ്ടപ്പെട്ടു. പിന്നെ ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഒരു അസുഖം ഇല്ലാത്തവർക്ക് പുതിയ പുതിയ അസുഖങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു സെൻസസ് ഉണ്ടായിരുന്നു. അതിൽ ലോകത്ത് ഓൾറെഡി 90% പോപ്പുലേഷൻ ആയി കഴിഞ്ഞു. അപ്പം മെയിനായിട്ട് നമ്മളെ പോലുള്ള കോമൺ ആൾക്കാർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു പാൻഡമിക് ഉണ്ട്. ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഞാനൊരു അമേരിക്കൻ ഡോക്ടറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 2009 പുള്ളിക്കാരി പറയുന്നുണ്ട്, ഒരു എലൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആ സ്ത്രീ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ പോപ്പുലേഷൻ കൂടുതലാണ്, കോമൺ ആൾക്കാർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഇവിടെ തീർന്നു പോകും. അതുകൊണ്ട് ഈ ആർക്കും വേണ്ടാത്ത പാവ ആൾക്കാരെ ഇങ്ങനത്തെ പാൻഡമിക് കൊണ്ടുവന്ന് കൊന്നുകളയുവാണെങ്കിൽ ഈ പൈസയുള്ള ആൾക്കാർക്ക് കുറച്ച് നാളും കൂടെ നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പണവും അധികാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കും. ശരിക്കും